നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബിഗിനറായിട്ടുള്ള ആൾ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും നമ്മുടെ വർക്ക്ഷോപ്പിനൊക്കെ വരുന്ന ടൈമിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു ബിഗിനറാണ്, ഞാൻ ഇതുവരെയും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടില്ല, അപ്പോൾ ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങും എന്നുള്ളതിനെ പറ്റിയാണ് മിക്ക ആളുകളും ചോദിക്കാറ്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്കാണ് ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിക്കപ്പോഴും വീഡിയോകൾ ചെയ്ത സമയങ്ങളിൽ ഇങ്ങനത്തെ പോയിൻറ്റുകളെല്ലാം നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ സമ്പന്നനാവാം, അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ബേസിക്സ് എന്താണെന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇന്ന് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അധികം ഒരു താല്പര്യം കാണിച്ചിട്ടില്ല, അങ്ങനത്തെ ഉള്ള ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ജോലിയിലേക്ക് കയറിയിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ശമ്പളം ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ, അവർക്ക് എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങാം എന്നുള്ളതിനെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു 6 പോയിൻറ്റ്സാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മുടെ ബേസിക്സ് എല്ലാവരും റെഡിയാണെന്ന് നമ്മൾ നോക്കി വയ്ക്കുക. ബേസിക്സ് റെഡി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്കൊരു ഇൻകം വേണം. ഇൻകം കിട്ടുന്ന ഒരു നല്ലൊരു ജോലിയുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിൽ തന്നെ നമ്മൾ നോക്കേണ്ടത്, ആ ഇൻകം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന മതിയോ, അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ജോലിയിൽ ഒരു സാലറിയിൽ ഹൈക്കോ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു റിയലിസ്റ്റിക് ടെസ്റ്റ് നമ്മൾ നടത്തി വെച്ചിരിക്കണം. അതിൻ്റെ സ്കോപ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഇൻകം സഫീഷ്യൻ്റ് ആണെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതേമാതിരി എത്ര ഇൻകം കിട്ടുന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് വേണ്ടത് ബഡ്ജറ്റാണ്. നമ്മൾ എത്ര രൂപ മാസം നമുക്ക് ചിലവാക്കാനായിട്ട് ആവശ്യമുണ്ടെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതിന് തന്നെ നമ്മൾ ഒത്തിരി വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ബഡ്ജറ്റ് തയ്യാറാക്കണമെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടുള്ള എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ നമുക്ക് എത്രയാണോ സേവിങ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സേവിങ്സ് എത്രയെന്നുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. എത്ര ഒരു മാസം സേവിങ്സ് ആയിട്ട് വേണം എന്നുള്ളതിനെ പറ്റി ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം വെച്ചാൽ, ഇൻകം എത്രയുണ്ട് നമുക്കറിയാം, അതേപോലെ ബഡ്ജറ്റ് എത്രയാണ്, നമ്മുടെ എക്സ്പെൻസ് ബഡ്ജറ്റ് എത്രയെന്ന് അറിയാം, അതേപോലെ സേവിങ്സ് ബഡ്ജറ്റ് എത്രയെന്നുള്ളത് അറിയാം. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ബേസിക്സ് നമ്മൾ നോക്കേണ്ട കാര്യം. ഇതാണ് ഫസ്റ്റ് കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നടക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും സേവ് ചെയ്യാൻ അറിയോ എന്നുള്ളൊരു ആത്മപരിശോധന നമ്മളെപ്പോഴും നടത്തേണ്ട കാര്യമാണ്. മിക്ക ആളുകൾക്കും ഇൻകം വരുന്നുണ്ടാകും, പക്ഷേ എങ്ങനെ സേവ് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളായിരിക്കും. എല്ലാവരും പറയും അവരുടെ കൈക്ക് എന്തോ ഹോളുണ്ടെന്നൊക്കെ പറയും. അത് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി അതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സേവിങ്സ് ഓൾറെഡി ഉള്ള ആളുകളാണ്, സേവിങ്സ് നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു എമർജൻസി ഫണ്ട് മാറ്റി വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വരെ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ചിലവ് എത്രയാണോ ആ തുക, അത് വേറൊരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കുക. അതിനൊരു എമർജൻസി ഫണ്ട് എന്നുള്ള ലെവലിൽ വയ്ക്കുക. അത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചിലവാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ അത് സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കുക, അതിൽ കുറച്ച് പോർഷൻ ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. നമ്മുടെ ഈ കൂട്ടത്തിലെല്ലാവരും അത്യാവശ്യം ഒരു മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ് എന്നുള്ള വിശ്വാസത്തോടെ ഞാനിത് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്, എന്താണ് ലിക്വിഡ് ഫണ്ട് എന്നറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമ്മളപ്പത്തിലുള്ള ഉത്തരം തരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി അതല്ല, നിങ്ങൾക്ക് സേവിങ്സേ ഇല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് സേവിങ്സ് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, ഒരു മാസ സാലറി എത്രയാണെന്ന് കണക്കാക്കുക. ആ ഒരു മാസ സാലറി നമ്മൾ സേവ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു മാസ സാലറി നീക്കി വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഒറ്റയടിക്ക്. അങ്ങനെയാണെങ്കിൽ എത്ര സേവിങ്സ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ സേവിങ്സ് കുറച്ച് വെച്ചിട്ട് ഒരു മാസ ശമ്പളം സ്വരൂപിക്കാനായിട്ട് പഠിക്കുക. അത് ഇനി അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെങ്കിൽ വീട്ടിലൊരു കാശ് കൊടുക്കുക വയ്ക്കുക, അതിൽ ഡെയിലി ആ കാശ് ഇട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഈ പറഞ്ഞ ഒരു മാസ ശമ്പളത്തിനാണെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാമെന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. സേവിങ്സ് എന്താണെന്ന് പഠിക്കുക, എങ്ങനെ സേവിങ്സ് ചെയ്യണം എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം ബിഗിനേഴ്സിനോട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു SIP സ്റ്റാർട്ട് ചെയ്യുക, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാവരും ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമ്മുടെ സേവിങ്സ് ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയാമല്ലോ, അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു പകുതി തുകയെങ്കിലും മാസം SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള തീരുമാനം എടുക്കുക, ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം.
ഈ SIP ചെയ്യണത് ആ തുക നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷത്തെ പ്ലാനെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. 10 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നല്ല ലോങ് ടൈമിലേക്ക് ഉപയോഗപ്രദമാവുന്ന ഇക്വിറ്റി സ്കീമുകളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതല്ല, ഏത് സ്കീം സെലക്ട് ചെയ്യാൻ പറ്റും, ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഡൗട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ആ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷത്തിന് മുകളിലേ നമ്മൾ കണ്ടിട്ടേ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു യങ്സ്റ്റേഴ്സിനെ കണക്കാക്കി പറയുന്നതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഈ കൈൻഡ് ഓഫ് കാറ്റഗറി ആളുകൾക്ക് അത് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി സാധാരണ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇൻഷുറൻസ് ആണ് ഇതിന് മുന്നിന്നാണ്. പക്ഷേ ഇതൊരു യങ് ക്രൗഡായതിൻ്റെ പേരിലാണ് ഇൻഷുറൻസ് അടുത്ത കാറ്റഗറി ആയിട്ട് നമ്മൾ കൂട്ടിയാൽ മതി. പിന്നെ ഒട്ടുമിക്കവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കമ്പനി തന്നെ ഇൻഷുറൻസ് ഫെസിലിറ്റി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത 4ാമത്തെ കാര്യം വെച്ചാൽ ഇൻഷുറൻസ് കറക്റ്റായിട്ട് വെക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ഈ ഗ്രൂപ്പിന് വേണ്ടത്. ഒന്ന് ടേം ഇൻഷുറൻസ്, ഒന്ന് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ആയിരിക്കും ഇതിൽ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മിക്കവരും ബാച്ചിലേഴ്സ് ആണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ആ ഡിപ്പെൻഡൻസിനെയും കൂട്ടിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ നമ്മുടെ ഡിപ്പെൻഡൻസോ ഹോസ്പിറ്റലൈസേഷൻ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ തുക നമുക്ക് ഒന്നില്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ഫാമിലിയിൽ മെഡിക്കൽ റിലേറ്റഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വത്തിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനികൾ സഹായിക്കും. ഇനി ടേം ഇൻഷുറൻസ് ആണ്. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മളാണ് വീട്ടിലെ ബ്രെഡ് വിന്നർ എന്നുണ്ടെങ്കിൽ നമ്മുടെ അഭാവം, നമുക്ക് എന്തെങ്കിലും മരണപ്പെടുക, നമുക്ക് അഭാവത്തിൽ നമ്മുടെ ഫാമിലിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇമോഷണൽ ബുദ്ധിമുട്ട് വേറെ, പക്ഷേ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഇതായിരിക്കും. അപ്പോൾ ഈ ടേം ഇൻഷുറൻസിലൂടെ ഫിനാൻഷ്യലി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. നമുക്ക് വേണ്ട ഒരു സമ്മേഷയുടെ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ റെഫർ ചെയ്താൽ മതി, എങ്ങനെ ടേം ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ആ കാൽക്കുലേഷൻ നടത്തിയിട്ട് നമുക്ക് വേണ്ട ടേം ഇൻഷുറൻസ് കണക്കാക്കുക. എന്നിട്ട് അതിനുള്ള ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 2 കാര്യം, ഇൻഷുറൻസ് ലൈഫിന് ടേം ഇൻഷുറൻസും ഹെൽത്തിന് മെഡിക്കൽ ഇൻഷുറൻസും എടുത്തു വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അങ്ങനെ ഒരു 2 സാധനം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് അവിടെ ഫുൾഫില്ലായി. ഇനി പ്രധാനമായിട്ടുള്ള കാര്യം വെച്ചാൽ ടാക്സ് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ടാക്സ് സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ആ ടാക്സ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇൻകം നമുക്ക് എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റും. ഓരോ ടാക്സ് നമ്മൾ സേവ് ചെയ്യണത് അഡീഷണൽ ഇൻകമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഏതാണോ ടാക്സ് സേവ് ചെയ്യാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ട്സ് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ അതിലൂടെ ടാക്സ് സേവ് ചെയ്യാനും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നെറ്റ് പേ മാസത്തിൽ കിട്ടുന്നത് കുറച്ച് കൂട്ടിയെടുക്കാനും നമുക്ക് ഇതിലൂടെ സഹായിക്കും, ടാക്സ് നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി 6ാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നമ്മൾ സാധാരണ ഏർപ്പെടുക. ഒന്ന് ഇൻകം ജനറേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, അടുത്തത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ. ഈ 2ന് പറ്റിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുക, ഓപ്പർച്യൂണിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഓരോ ടൈമിലും നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് ഓരോ ചെറിയ ചെറിയ രീതിയിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇൻകം ജനറേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ട് പോലത്തെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് നമുക്കൊരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അത് ഒരു വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറി കൂടാതെ ഒരു അഡീഷണൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും. ഇനീഷ്യൽ ടൈമിൽ കുറച്ചായിരിക്കും, പക്ഷേ ഒരു ലോങ്ങർ പീരീഡിൽ അത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇപ്പോൾ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരുന്ന അസറ്റുകളെന്ന് വെച്ചാൽ സ്റ്റോക്ക് പോലത്തെ ഇക്വിറ്റി പോലത്തെ അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതും ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഉയരാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മുടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. ഈ 6 പോയിൻറ്റ്സാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് ബിഗിനേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇത് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രീതിയിൽ ട്രാക്കിൽ വരുത്താനും അതിലൂടെ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.
ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ചോദിക്കുക, അതേമാതിരി നമ്മുടെ നമ്പറിൽ വിളിക്കുക. വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.